എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെയുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. ഇതും ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് തന്നെയാണ്. കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. കാറ്റഗറി നമ്പർ 106/2025. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 16/7/2025. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 9,790 മുതൽ 15,780 വരെയാണ്. നമ്പർ ഓഫ് വേക്കൻസീസ് 1 വന്നിട്ടുള്ളത്. ഇതിൻ്റെത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് വരുന്നത്. ഏജ് എന്ന് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. 2/1/1989 1/1/2007 ഇടയ്ക്ക് ജനിച്ചവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. ഈ 2 ഡേറ്റും ഇൻക്ലൂഡഡ് ആണ്. OBC SC ST കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് പാസ് ഇൻ +2 ഓർ ഇറ്റ്സ് ഇക്വാലൻ്റ്, ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് KGT വിത്ത് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഓർ ഇറ്റ്സ് ഇക്വാലൻ്റ് ആൻഡ് ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് മലയാളം ഓർ ഇറ്റ്സ് ഇക്വാലൻ്റ് ആണ്. 2002 ജനുവരിക്ക് മുന്നേ ആയിട്ട് ടൈപ്പ് റൈറ്റിംഗ് പാസ്സായിട്ടുള്ളവർ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഇക്വാലൻ്റ് നേടേണ്ടതാണ്. കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റ് ഇനി വരാനിരിക്കുന്ന എക്സാമുകൾ ഇതിൻ്റെയൊക്കെ പെയ്ഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഓക്കെ, അടുത്തായിട്ട് എല്ലാവരും കാത്തിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ് വേരിയസ് ഗവൺമെൻറ് ഓൺഡ് കമ്പനീസ് കോർപ്പറേഷൻസ് ബോർഡ്സ് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ്. കാറ്റഗറി നമ്പർ 107/2025 ആണ്. ലാസ്റ്റ് ഡേറ്റ് 16/7/2025 ആണ് വരുന്നത്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻസ് പ്രൊഫൈലിൽ അവൈലബിൾ അല്ല, ഇപ്പോൾ നിലവിൽ അവൈലബിൾ അല്ല. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കാം. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് കഴിഞ്ഞതിന് പറഞ്ഞ പോലെ തന്നെ 18 മുതൽ 36 വയസ്സ് വരെയാണ്. 2/1/1989 1/1/2007 ഇടയ്ക്ക് ജനിച്ചവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. ഈ 2 ഡേറ്റും ഇൻക്ലൂഡഡ് ആണ്. SC ST OBC കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. അടുത്തായിട്ട് ക്വാളിഫിക്കേഷൻ നോക്കാം. പാസ് ഇൻ SSLC ഓർ ഇറ്റ്സ് ഇക്വാലൻ്റ് ആണ്. ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ KGT, ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ KGT ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഓർ ഇറ്റ്സ് ഇക്വാലൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇനി ഇതിൻ്റെ ഇക്വാലൻ്റ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് നോക്കാം. ഇതിലും 2002 മുന്നേ ആയിട്ട് പാസ്സായിട്ടുള്ളവർ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റ് നേടേണ്ടതാണ്. ഓക്കെ, ഇതിൻ്റെ ഇക്വാലൻ്റ് ക്വാളിഫിക്കേഷൻസ് ആയിട്ട് വരുന്നത് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് വേരിയസ് ഗവൺമെൻറ് ഓൺഡ് കമ്പനീസ് കോർപ്പറേഷൻസ് ബോർഡ്സ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഗവൺമെൻറ് ഓർഡറോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. നമുക്ക് അപ്ലൈ നൗ ബട്ടൺ ഉപയോഗിച്ചിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ KGT ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ, ഡിപ്ലോമ ഇൻ ഷോർട്ട് ഹാൻഡ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ് ഉള്ള വിദ്യാർത്ഥികൾക്ക് ഇക്വാലൻ്റ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അടുത്തത് KGT ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ലോവർ, ഡിപ്ലോമ ഇൻ ഷോർട്ട് ഹാൻഡ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ് ഇക്വാലൻ്റ് ആണ്. KGT ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ ഇതിൽ 5 ക്വാളിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്. VHSC അക്കൗണ്ടൻസി ആൻഡ് ഓഡിറ്റിംഗ്, VHSC ജനറൽ ഇൻഷുറൻസ്, NTC സ്റ്റെനോഗ്രാഫി ആൻഡ് ഇംഗ്ലീഷ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ്, MGT ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ. ഇനി അടുത്തായിട്ട് 4ാമത്തെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ളതിൻ്റെ ഇക്വാലൻ്റ് നോക്കാം. NTC ഡാറ്റ പ്രിപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, DPCS DCA കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഡിപ്ലോമ ഇൻ ഓഫീസ് ഓട്ടോമേഷൻ, സർട്ടിഫിക്കറ്റ് ഇൻ DTP ഇംഗ്ലീഷ് ആൻഡ് മലയാളം ജനറൽ. ഓക്കെ, അപ്പോൾ ഇത്രയും ഇക്വാലൻ്റ് ക്വാളിഫിക്കേഷൻസ് ആണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും മാക്സിമം കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ പെയ്ഡ് കോഴ്സിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.